Hello, welcome to the special episode of IGC podcast. I'm Rumaisa, IGC event coordinator. September 10th സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ സൂയിസൈഡ് പ്രിവെൻഷനുള്ള അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഇത് വളരെ സെൻസിറ്റീവ് ആയൊരു ടോപ്പിക്കാണ്. ഈ ഒരു എപ്പിസോഡിലൂടെ പ്രാക്ടിക്കൽ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും നൽകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആക്ച്വലി സൂയിസൈഡ് എന്നത് ഒരു ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. ഓരോ വർഷവും 8 ലക്ഷത്തിനടുത്ത് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അക്കങ്ങൾ ഒരിക്കലും ഒരാളുടെ മുഴുവൻ സ്റ്റോറി എന്താണെന്ന് പറയുന്നില്ല. മറിച്ച് അവരുടെ കുടുംബത്തിലും കൂട്ടുകാരിലുമെല്ലാം പല ചോദ്യങ്ങളും ബാക്കിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മെസ്സേജ് ടു ഈസ് സൂയിസൈഡ് ഈസ് പ്രിവെൻറ്റബിൾ. ആത്മഹത്യ ശരിക്കും പറഞ്ഞാൽ പ്രതിരോധിക്കാവുന്നതാണ്. മാനസികമായി ബുദ്ധിമുട്ടുന്നവരുടെയും പല വേദനകളിലും കുടുങ്ങിക്കിടക്കുന്നവരുടെയും ചുറ്റുള്ള നിശബ്ദതയെ നമ്മൾ ഭേദിക്കേണ്ടതുണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് പരിഗണിച്ച് ചേർത്ത് നിർത്തേണ്ടതുണ്ട്. പല സമയങ്ങളിലും നമുക്ക് മുന്നിൽ പല വാർണിംഗ് സൈൻസും അവർ കാണിക്കും. ഇത്തരം സ്ട്രഗിൾസ്, അതായത് നമ്മുടെ മുന്നിൽ ഒരാൾ ഇത്തരം ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന കോമൺ സൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിരാശ, നിസ്സഹായാവസ്ഥ പോലുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു സൈനാണ്. ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ പതിവായി ചെയ്യുന്ന ആക്ടിവിറ്റീസിനോടെല്ലാം വിമുഖത കാണിക്കുക, വിട്ടുനിൽക്കുക തുടങ്ങിയ സൂചനകളും കാണിക്കാറുണ്ട്. പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുക, ദേഷ്യം വരിക തുടങ്ങിയ രീതിയിൽ സ്വഭാവങ്ങളും ചില മാറ്റങ്ങൾ കാണാം. എൻ്റെ ജീവിതം ഒരു ഭാരമാണ്, ഞാനൊരു ഭാരമാണ്, എനിക്ക് ജീവിതം മടുത്തു, എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം തുടങ്ങിയ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരാൾക്ക്, നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഇത്തരത്തിൽ സൈൻസ് കണ്ടാൽ അവരെ സീരിയസ് ആയിട്ട് എടുക്കുക. തമാശയായി കാണുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ അതവരെ കൂടുതൽ മുറിവേൽപ്പിക്കും. ഒരുപക്ഷെ അവർ പ്രത്യക്ഷത്തിലുള്ള സഹായം തേടുന്നില്ലായിരിക്കാം, പക്ഷേ അവർക്ക് സഹായം ആവശ്യമുണ്ടെന്ന സൂചനകൾ നമുക്ക് നൽകുന്നുണ്ടായിരിക്കും. ഇങ്ങോട്ട് വന്ന് സഹായം ചോദിക്കട്ടെ, അപ്പം ഞാൻ സഹായിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം അവർക്ക് സഹായം വേണമെന്ന് തോന്നുന്നുവെങ്കിൽ അവരെ സഹായിക്കാൻ തയ്യാറാവണം. ഈ ഒരു സാഹചര്യത്തിൽ ഒരാളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ കഴിയും? അവരുടെ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആവണമെന്നില്ല, നല്ലൊരു ലിസണർ ആയാൽ മതി. പലപ്പോഴും നീ ഓക്കെ ആണോ എന്നൊരൊറ്റ ചോദ്യം ഒരു ലൈഫ് സേവർ ആയേക്കാം. ഇവിടെ കുറച്ച് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. അവരെയോ അവർ പറയുന്നതിനെയോ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ തയ്യാറാവുക. ഒരു പേടിയും കൂടാതെ അവരുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കുക. അവർക്ക് നല്ലൊരു കേൾവിക്കാരനാവുക. ഒരു കൗൺസിലറുടെയോ തെറാപ്പിസ്റ്റിൻ്റെയോ ഹെൽപ്പ് ലൈൻ വഴിയോ പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ അവരെ എൻകറേജ് ചെയ്യുക. ഇനീഷ്യൽ കോൺവെർസേഷന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ഇൻ ചെയ്യുക. സ്റ്റേ കണക്റ്റഡ് വിത്ത് ദം. ഇത്തരമൊരു ടഫ് ടൈമിലൂടെ കടന്നു പോകുന്നവരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരും വളരെ ഈസി ആയിട്ട് ഇമോഷണലി ഡ്രെയിൻ ആവാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾ മറക്കരുത്. സെൽഫ് കെയർ ചെയ്യാനും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനും സമയം കണ്ടെത്തണം. എങ്കിലേ നമുക്ക് അവർക്ക് വേണ്ട സഹായങ്ങളിൽ അവരിൽ എത്തിക്കാൻ നമുക്ക് കഴിയുള്ളൂ. നാളെയാണ് ആക്ച്വലി സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അഥവാ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലീസ് റീച്ച് ഔട്ട്. യു ആർ നോട്ട് അലോൺ. എത്ര കണ്ട് മാനസികാരോഗ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നോ അത്ര കണ്ട് സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനമായി ഒരുപാട് ജീവനുകൾ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. നിങ്ങളോ നിങ്ങൾക്കറിയുന്നവരോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയോ ഹോട്ട് ലൈൻ വഴിയോ ബന്ധപ്പെട്ട് സഹായം തേടാൻ മടിക്കരുത്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കുറച്ച് സമയം നിങ്ങളുടെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അല്പസമയം മാറ്റിവെക്കുക. കൂടെ നിങ്ങളും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. മാനസികാരോഗ്യത്തെ പ്രയോറിറ്റിയായി കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയെ വാർത്തെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ചേർത്ത് പിടിക്കൽ ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമായേക്കാം. സോ താങ്ക് യു ഫോർ ട്യൂണിംഗ് ഇൻ ടു ടുഡേയ്സ് എപ്പിസോഡ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് റിമെമ്പർ യു മാറ്റർ.